പങ്കാളിത്തവും ആതിഥ്യവും കൊണ്ട് ശ്രദ്ധേയമായി ഖത്തറിലെ മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരദാന ചടങ്ങ്. 400ഓളം വിദ്യാർത്ഥികളാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. കുട്ടികൾ പുരസ്കാരം സ്വീകരിക്കുന്നത് നേരിട്ട് കാണാൻ നൂറുകണക്കിന് രക്ഷിതാക്കളും എത്തി. വൈകിട്ട് 4-നായിരുന്നു രജിസ്ട്രേഷൻ സമയം. എന്നാൽ സമയത്തിനു മുമ്പേ എത്തി പലരും. ഇമെയിലിൽ കിട്ടിയ കോഡ് വഴി ഓരോരുത്തരും രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. അവരെ സ്വീകരിക്കാൻ നമ്പറുകളിട്ട് തിരിച്ച കസേരകൾ റെഡിയായി നിന്നു. വഴി കാണിക്കാൻ സംഘാടകരും. മണി 5 മെഷാഫിലെ പൊതാർ പേൾസ് സ്കൂളിലെ ഹാൾ അപ്പോഴേക്കും നിറഞ്ഞു. അതിഥികളുമെത്തി. കാത്തുനിൽക്കാതെ ഉദ്ഘാടന ചടങ്ങിലേക്ക്. വിശിഷ്ടാതിഥികൾ സ്റ്റേജിൽ നിരന്നു. ഇന്ത്യൻ എംബസി കൗൺസിലർ, ഹെഡ് ഓഫ് ചാൻസറി ആൻഡ് കോൺസുലർ വൈഭവ് തണ്ടാലെ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. All the students who have secured more than 90%, so Mabruk, all of you, from our side, from embassy. ലേണിംഗ് ആൻഡ് ഔട്ട്റീച്ച് മതാഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇമാൻ അബ്ദുള്ളയുടെയും മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദിന്റെയും ചെറിയ വാക്കുകൾ. പിന്നെ പുരസ്കാര ദാന ചടങ്ങിലേക്ക്. ഏറെക്കാലത്തെ കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഫല്യം ഓരോ വിദ്യാർത്ഥിയും കഴുത്തിലണിഞ്ഞു. സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ചു. സദസ്സ് നിർലോഭം അവർക്കായി കൈയടിച്ചു. എന്തുകൊണ്ടും മനോഹരമെന്നാണ് ഇമാൻ അബ്ദുള്ള ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. I think to be honest it's well deserved. The students have worked really hard and having a program within a big platform around GCC is really amazing, and for you to recognize such achievement for young age, so it's really amazing, and it's an honor, to be honest, to be around such an amazing and brilliant students and family, and especially the Indian community. I mean, we all know how brilliant you are, and we wish you all the best, inshallah. ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചാരിതാർത്ഥ്യവും ആഹ്ലാദവും മീഡിയ വൺ CEOയും മറച്ചുവെച്ചില്ല. വളരെ നല്ല രൂപത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നല്ല കുട്ടികളുടെ പങ്കാളിത്തം, വളരെ വലിയ ഒരു പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും. അതോടുകൂടി എടുത്തു പറയേണ്ട സംഗതി പ്രവാസി സംഘടനകളുടെ, അവരുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രത്യേകമായ സാന്നിധ്യവും സഹകരണവുമാണ്. 3 മണിക്കൂർ നീണ്ട ചടങ്ങ് അവസാനിച്ചിട്ടും വിദ്യാർത്ഥികൾ ഒടുവിലത്തെ ഫോട്ടോ സെഷനായി കാത്തുനിന്നു. ഏതുകാലത്തും ചേർത്തു വയ്ക്കാവുന്ന മനോഹരമായൊരു ഫ്രെയിമിലേക്ക് അവർ ഒന്നിച്ച് അണിചേർന്നു നിന്നു. ഒടുവിൽ അവർ ഇങ്ങനെ വിളിച്ചു. അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ, ദോഹ.